ഹായ് ഹലോ, എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. തനി നാടൻ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു നെയ്പത്തൽ റെസിപ്പി ആയിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരി വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ തയ്യാറാക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പത്തലിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുമല്ലേ. ഇനി ഇതിലേക്ക് ആവശ്യമായി 1.25 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 2 സ്പൂൺ പെരിഞ്ജീരകമാണ്. ഇനി ഇതിനൊപ്പം തന്നെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. മിനിമം ഒരു 8 ചെറിയുള്ളിയെങ്കിലും നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളി നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ നമുക്ക് സവോളയുടെ ഒരു ചെറിയ കഷ്ണം അരിഞ്ഞ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത്. ഇനി മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് 1.5 കപ്പ് അരിപ്പൊടിയും കൂടി എടുക്കാം. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ ആ കുതിർക്കാനായിട്ട് ഒഴിച്ചു വെച്ചിരുന്ന വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചെടുത്തിട്ട് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. കപ്പളവ് നോക്കുവാണെങ്കിൽ നമ്മളൊരു 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം ഒരൽപ്പം കൂടിപ്പോയാലൊന്നും ടെൻഷൻ ആവണ്ട. നമുക്കതിനനുസരിച്ച് അരിപ്പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം. ശേഷം ഇതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.25 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകണ്ട. എന്താ ഈ കാണുന്ന പോലെ ചെറിയ ജീരകത്തിൻ്റെ തരി കാണുന്ന പരുവത്തിൽ അരച്ചെടുത്താൽ മതി. നമ്മളിങ്ങനെ വിരല എടുക്കുമ്പോൾ ചെറിയതായിട്ട് ജീരകത്തിൻ്റെ തരി ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ അത് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് സാധാ അരിപ്പൊടിയാണ്, നമ്മൾ വറുത്തെടുക്കുകയൊന്നും വേണ്ട. മാത്രമല്ല നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് അരിപ്പൊടി ചേർത്ത് കുഴച്ചെടുക്കുക. ഇതാട്ടോ ഇപ്പം മാവ് കറക്റ്റായിട്ട് കുഴച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഒരു ചപ്പാത്തി പരുവത്തിലേക്കൊക്കെ അധികം ടൈറ്റായിട്ട് പോകണ്ട, അധികം ലൂസായിട്ടും അല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ആക്കിയെടുക്കുന്നത് വാഴയിലയിൽ തന്നെയാണ്. അപ്പോൾ 2 തുള്ളി വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയൊന്ന് നന്നായിട്ട് തൂത്ത് കൊടുക്കുക എല്ലായിടത്തേക്കും. ശേഷം നമ്മുടെ മാവിനെ ചെറിയ ബോളുകളാക്കി ഈ ഒരു പരുവത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരല്പം കൂടെ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. ഇനി നമ്മൾ ഈ ഉരുളയുടെ മുകളിലായിട്ട് മറ്റൊരു വാഴയിലയും കൂടെ വെച്ച് ഒരു പ്ലേറ്റ് വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പത്തലിൻ്റെ ഷേപ്പ് വന്നുകൊണ്ടോ. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചിങ്ങെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇത്ര അടിപൊളിയാക്കിയത് സൈഫുത്ത കേട്ടോ. അപ്പോൾ സൈഫുത്തേൻ്റെ ഒരു റെസിപ്പി ഞാനത് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ആദ്യം നല്ല ചൂടുള്ള നെയ്പത്തലാണ് കേട്ടോ ആദ്യം തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടിയത്. അപ്പോൾ ആ കിട്ടിയതിനകത്തുനിന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ സിമ്പിളായിട്ട് ചെയ്താടാ, പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്തു തന്നു കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു 4 മണി പലഹാരമായിട്ടോ ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലേക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി നെയ്പത്തലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ബോൺ അപ്പത്തീത്തോ.